ഇടുക്കി കട്ടപ്പനയിൽ ആമസോൺ ഡെലിവറിയുടെ മറവിൽ ലഹരി വിൽപ്പന. 1.5 കിലോയോളം കഞ്ചാവുമായി യുവാവ് എക്സൈസ് പിടിയിലായി. തൃശൂർ മുല്ലക്കര സ്വദേശി ശ്രീജിത്ത് KS-നെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ആമസോൺ ഡെലിവറി നടത്തുന്നതിനോടൊപ്പം കഞ്ചാവ് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിതരണം ചെയ്യുന്നതായിരുന്നു പ്രതിയുടെ രീതി. രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഈ ചെറുപ്പക്കാരൻ കൊള്ളാലോ, അയാൾക്ക് വലിയ ബിസിനസ് ഐഡിയ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരേ സമയം ആമസോൺ ഡെലിവറിയും പിന്നെ വേണ്ടി വന്നാൽ കഞ്ചാവ് ഡെലിവറിയും ഒരേ സമയം തന്നെ നടത്തും. ഒരേ ബാഗിൽ വെച്ച് പോയാൽ ആര് പിടിക്കാനല്ലേ എന്നാണ് കരുതിയത്. പക്ഷേ ശ്രീജിത്തിനെ തൂക്കി അല്ലേ രാഹുൽ? ഡോക്ടർ അരുൺ, ഓൺലൈൻ ഡെലിവറികൾ ചെയ്ത് മാന്യമായി കുടുംബം നോക്കുന്ന പല ചെറുപ്പക്കാരെ നമുക്കറിയാം. അവരെയൊക്കെ സംശയത്തിന് നിഴലിൽ നിർത്തുന്ന ഒരു സംഭവമാണ് കട്ടപ്പനയിൽ നടന്നിരിക്കുന്നത്. ആമസോൺ ഡെലിവറിയുടെ മറവിലായിരുന്നു ഈ യുവാവ് ലഹരി വിൽപ്പന നടത്തിയിരുന്നത്. 1.5 കിലോയോളം കഞ്ചാവുമായി തൃശൂർ മുല്ലക്കര സ്വദേശിയായിട്ടുള്ള ശ്രീജിത്തിനെയാണ് എക്സൈസ് പിടികൂടിയിരിക്കുന്നത്. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ആമസോൺ ഡെലിവറിക്ക് പോവും, അതോടൊപ്പം തന്നെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകൾ ചില്ലറയായി വിൽപ്പന നടത്തുകയായിരുന്നു ഈ പ്രതിയുടെ രീതി. കഴിഞ്ഞ 4 മാസമായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ പ്രതി ഉള്ളത്. നേരത്തെ 1-2 ആളുകൾ കട്ടപ്പനയിൽ നിന്നും ചെറിയ അളവിലുള്ള കഞ്ചാവുമായി പിടിയിലായിരുന്നു. അപ്പോൾ അവരെ ചോദ്യം ചെയ്ത് കഞ്ചാവ് എത്തിക്കുന്നതിനിടെയാണ് ഇന്നലെ 1.5 കിലോ കഞ്ചാവുമായി പിടിയിലാവുന്നത്. കാറും അതുകൂടാതെ ഈ കഞ്ചാവ് തൂക്കാൻ ഉപയോഗിച്ച ചെറിയ ത്രാസും ഇയാളിൽ നിന്നും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീട്ടാനാണ് നിലവിൽ എക്സൈസിന്റെ തീരുമാനം. പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക ശ്രീത്, വൃത്തിയായിട്ട് ഈ പണിയെടുത്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട്, ഈ ഓൺലൈൻ ഡെലിവറിയൊക്കെ നടത്തുന്ന. അവരെ പേര് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങിക്കോളും. ആമസോൺ ഡെലിവറിക്കൊപ്പം തന്നെ കഞ്ചാവിൻ്റെ ഡെലിവറിയും നടത്തിയാണ് അയാൾ ജീവിച്ചിരുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ എന്തായാലും എക്സൈസ് തൂക്കിയിട്ടുണ്ട് ശ്രീജിത്തിനെ.